എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് SD ജാവയുടെ ഒരു ക്രൂയിസർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ആ ബ്രാൻഡിങ്ങിലായിരിക്കും ഈ മോഡൽ വരാൻ പോകുന്നത്. എനിക്ക് ഈ ഡിസൈൻ എല്ലാം കാണുമ്പോൾ അവരുടെ ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് എഞ്ചിൻ സെയിം ആയിരിക്കും. മേ ബി ചിലപ്പോ ജാവയുടെ ഒക്കെ 42-ന്റെയും SDയുടെ റോഡ് കിങ്ങിന്റെ ഒക്കെ OBD2 പുതിയ ഡിസൈനിൽ തന്നെ മോഡലായിരിക്കും. സെയിം എഞ്ചിൻ തന്നെ ആയിരിക്കും. കൂടുതലൊന്നും പറയാനായിട്ടില്ല. SDയുടെ അഡ്വഞ്ചറിന് 2025 അപ്ഡേഷൻ കിട്ടിയ പോലെ SDയുടെ റോഡ്സ്റ്ററിനും സ്കാംബ്ലറിനും സെയിം അപ്ഡേഷൻ നൽകാൻ പോവുകയാണ്. LED റിയർ ഇൻഡിക്കേറ്റർ ഒക്കെ ആയിട്ടായിരിക്കും അപ്ഡേഷൻ വരിക. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോക്ക് അബ്സോർബറും ചിലപ്പോൾ സ്പീഡോമീറ്ററിലൊക്കെ വ്യത്യാസം വന്നേക്കാം. കറക്റ്റ് വിവരങ്ങളൊന്നും അറിയില്ല. SDയുടെ സ്കാംബ്ലറിന്റെയും റോഡ്സ്റ്ററും ഇന്ത്യയിൽ 12 ആഗസ്റ്റിന് ലോഞ്ച് ചെയ്യുന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. മേ ബി ശരിയായിരിക്കാം. 12 ആഗസ്റ്റിന് ഇത് ലോഞ്ച് ചെയ്യുമായിരിക്കാം. OBD2 മിഷനായിട്ടുള്ള വേരിയന്റ് ആയിരിക്കും. ഇപ്പോൾ കോസ്മെറ്റിക് ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. സർവീസ് ഇപ്പോഴും റിലയബിലിറ്റീസും സർവീസിന്റെ ഇഷ്യൂവും കിടക്കുമ്പോൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? പരിഹരിച്ചെങ്കിലല്ലേ തിരിച്ചു വരുള്ളൂ. ബേസിക്കലി ജാവ SDയുടെ സർവീസ് ഒന്ന് പാർട്സിന്റെ അവൈലബിലിറ്റിയിലുള്ള പ്രശ്നം ഒരു കാര്യമില്ല. നല്ല രീതിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുക, പാർട്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, സർവീസ് ഇംപ്രൂവ് ചെയ്യുക. ഇതൊന്നും ഇംപ്രൂവ് ചെയ്യാതെ പുതിയ മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. എഞ്ചിനിലൊന്നും കാര്യ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സെയിം ആ 334cc എഞ്ചിൻ തന്നെ ആയിരിക്കും നൽകാൻ പോകുന്നത്. പിന്നെ LED ഹെഡ്ലാമ്പും LED ഇൻഡിക്കേറ്റേഴ്സും വരാൻ സാധ്യതയുണ്ട്. ജാവ SDയുടെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. SDയുടെ തന്നെ സ്കാംബ്ലറും റോഡ് കിങ് ആണ് വരാൻ പോകുന്നത്. എന്റെ ഒരു അപ്ഡേറ്റഡ് വേരിയന്റ് ആണ്. 2 ദിവസം കൂടി നിലവിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആയി കഴിഞ്ഞു. അത് BSIയുടെ ബ്രാൻഡിങ്ങിന് വന്നു. നാളെ അറിയാൻ സാധിക്കും SDയുടെ ബ്രാൻഡിങ്ങിന് വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ ഏതാന്നുള്ളത്. എന്റെ ബലമായ സംശയം SDയുടെ അപ്ഡേഷൻ ആണോ അതോ പുതിയ മോട്ടോർ സൈക്കിൾ ആണോ വരാൻ പോകുന്നത്.